ആവിയിൽ വേവിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതിന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ മിക്സറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ബ്രെഡ് സ്ലൈസസ് അരികുകളൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 മാത്രമേ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ബ്രെഡും ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 2 മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് പാലാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊരു മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ. നിങ്ങൾക്ക് ഇതിന് പകരം മിൽക്ക് മെയ്ഡും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ വൈറ്റ് വാനില എസൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു കളറ് കണ്ട് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വെച്ച് കാണിച്ചു തന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ദാ ഈ ഒരു പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഏത് പാത്രത്തിലാണോ ആവി കയറ്റി എടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം നല്ല പോലെ തന്നെ ഒന്ന് നെയ്യ് തടവി എടുക്കുന്നുണ്ട്. അരികുകളും നന്നായിട്ട് തന്നെ നെയ്യ് തടവി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നെയ്യോ എണ്ണയോ തടവാവുന്നതാണ്. അതിലേക്കൊരു ബട്ടർ പേപ്പറും കൂടെ അടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്ത് കിട്ടാൻ വേണ്ടി സഹായിക്കും. ഇതിന് പകരം വാഴയില വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിലും ഒരല്പം നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് മുഴുവനായിട്ടും തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് സ്റ്റീമർ നേരത്തെ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഒരു അലുമിനിയം ഫോയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മൂടിയോ വെച്ച് അടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ ഒരു വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ തന്നെ ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് അടുത്തൊരു ലെയറിനായിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങാം. അതിനായിട്ട് മിക്സറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അത് കഴുകിയിട്ടൊന്നുമില്ല. അതിലേക്ക് 100 ഗ്രാം ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് നിങ്ങൾക്ക് ഇതുപോലെ പച്ചയായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് വേവിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ മധുരത്തിന് പാകത്തിന് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടിക്ക് പകരം കസ്റ്റർഡ് പൗഡറും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ അരച്ചെടുക്കാം. ക്യാരറ്റ് പച്ചയായിട്ടുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അരയാതെ കിടക്കുന്നുണ്ടാകും. ആ ഒരു വലിയ വലിയ പീസസ് മാത്രം മാറ്റിയെടുത്താൽ മതി. ചെറിയ പീസ് കിടന്നാൽ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ ഈ ഒരു ലെയർ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ടൂത്ത് പിക്കറോ അല്ലെങ്കിൽ ഫോക്കോ ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കുക. നീറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ലെയർ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ കൂട്ട് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇതൊന്ന് കവർ ചെയ്ത് നല്ലപോലെ ആവി കയറ്റി എടുക്കാനാണ് പോകുന്നത്. ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ തന്നെ ആവി കയറ്റി എടുക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും ആ ഒരു ലെയർ ചെറുതായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടാകും. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ബദാമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരല്പം സെറ്റായി വന്നതിന് ശേഷം ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അത് മൊത്തത്തിൽ അടിയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ 15 മുതൽ 20 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ തന്നെ ആവി കയറ്റിയെടുക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാകും. ഇതുപോലെ വീണ്ടും ഒന്ന് കുത്തി നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് നീറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. അല്ലെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ച് കൊടുത്താൽ മതി. ഇതിനെ ചൂടാറാൻ വേണ്ടിയിട്ട് പുറമേ വയ്ക്കാം. ചൂട് നല്ല പോലെ ആറി വന്നതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കുക. അരികുകൾ കത്തി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് ടാപ്പ് ചെയ്തെടുക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അടിയിൽ ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ പറ്റിപ്പിടിക്കുകയൊന്നുമില്ല. നിങ്ങൾക്കിത് ഡീമോൾഡ് ചെയ്യുന്നതിന് മുന്നേ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാതെയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ ഈ ഒരു പുഡിംഗ് ഉണ്ടാകുക. 2 ലെയറുകളോട് കൂടിയിട്ടുള്ള മിതമായിട്ടുള്ള മധുരത്തിൽ മാത്രമാണ് ഈ ഒരു പുഡിംഗ് ഉണ്ടാകുക. നിങ്ങൾക്ക് മധുരം കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള 2 ലെയറുകളോട് കൂടിയിട്ടുള്ള നമ്മളുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് പുഡിംഗെന്നോ അല്ലെങ്കിൽ ആവിയിൽ വേവിച്ചിരിക്കുന്ന പോളാന്ന് വേണമെങ്കിലും പറയാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാവുന്നതാണ്. 1-2 ദിവസമൊക്കെ കേടാകാതെ ഇരുന്നോളും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.